ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിന്ന് സേമിയനെ കൊണ്ട് അടിപൊളിയായിട്ട് എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 1.5 കപ്പ് സേമിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ. അപ്പം ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ. കളർ കണ്ടില്ലേ, കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് അത് ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതും ചൂടായാൽ ഒരു 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉഴുന്ന്, അതും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും കേട്ടോ. ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ഉള്ളി, ഞാനൊരു 1/2 പീസ് ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉള്ളി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടിയത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനൊരു 1/4 കപ്പിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വെജിറ്റബിൾസ് ചേർക്കാനുണ്ടെങ്കിൽ അതും ചേർക്കാം. നല്ല ടേസ്റ്റാണ്. പച്ചപ്പട്ടാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ചൊരു കുരുമുളക്, അതായത് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മതി, അതും കൂടി ചേർത്ത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങൾ ശ്രദ്ധിക്കണം. കുരുമുളകും പച്ചമുളകും വറ്റൽമുളകൊക്കെ ഉണ്ടായതിനെ കൊണ്ട് എരിവ് സൂക്ഷിക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു പിഞ്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്, അതും ചേർക്കാം. നമ്മളെ മാറ്റി വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് സേമിയ എടുത്തപ്പോൾ ഒരു 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ സേമിയ ഏത് പാത്രത്തിലാണോ അളന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സേമിയ എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ കണക്കാക്കാം കേട്ടോ. ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിലോ പാത്രമാണെങ്കിലോ എങ്ങനെയാണെങ്കിലും. അപ്പം ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇല്ലേ, നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റിൻ്റെ താഴെ മതി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മൾ അടിപൊളി ഉപ്മാവ്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് ഈ ചൂട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിട്ട് നൂഡിൽസ് പോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.